സീനിൽ നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനെ അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന് മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ആണ് പുറകിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിന്റെ വേറെ വഴിയില്ല എനിക്ക്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നിങ്ങൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ജോർദാനിൽ കഴുതപ്പുറത്ത് കയറിയിരുന്ന് പോയി പീഡനം അനുഭവിച്ച ജന്ന ഷമീമോ, അങ്ങനെ എന്താണ് ആ കൊച്ചിന്റെ പേര്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ആ വീഡിയോയെ കുറിച്ച് നമുക്ക് വീഡിയോയ്ക്ക് വെക്കാം. അതിനുശേഷം ഇപ്പം ആ ജന്ന തന്നെ എന്ത് ചെയ്തു, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സംഭവം മറ്റൊന്നുമല്ല, ജോർദാനിൽ പോയിട്ട് എന്തോ എവിടെയൊക്കെ കാണാൻ വേണ്ടി പോയ സമയത്ത് എന്താണ്, ഒരു കഴുതപ്പുറത്ത് കയറി പോകേണ്ടതായിട്ടൊരു അവസ്ഥ വന്നു. കഴുതപ്പുറത്ത് കയറി പോയപ്പോൾ അവിടെയുള്ള ആ ഒരു ഗൈഡ്, ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവനെ കൂടി കഴുതയുടെ ബാക്കിൽ കയറി ഇരുന്നതിന് ശേഷം ഈ പയ്യൻ ഈ കഴുതയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ അടുത്ത് എന്താണ് വൃത്തികേട് കാണിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിനുശേഷം കരഞ്ഞുകൊണ്ട്, എനിക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയില്ല, എൻ്റെ മാനത്തിനേക്കാളും വലുത് എൻ്റെ ജീവനാണ് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഓക്കെ, ഈ പെൺകുട്ടി നമ്മുടെ ഈ അരുണിമയെ പോലെ, അരുണിമയെ അറിയാലോ, ഈ പറയുന്ന പല രാജ്യങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കുന്നു, സംഭവമൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ പെൺകുട്ടിക്ക് റീച്ചും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ പറയുന്ന പെൺകുട്ടിക്ക് റീച്ചും കാര്യങ്ങളൊന്നുമില്ല. റീച്ചും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കരുതുന്നു ഇതുവരെയായിട്ടും ഇതുപോലുള്ള കണ്ടന്റുകൾ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അരുണിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് റീച്ച് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള കുൽസിതമായ കുറച്ച് കാര്യങ്ങൾ അവളെ പീഡിപ്പിച്ചു, മറ്റത് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അയാൾ ഇന്നത് ചെയ്തു, ലോറിക്കാരനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റീച്ച് കിട്ടി. ഈ പെൺകുട്ടിക്ക് റീച്ചും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഇട്ടൊരു വീഡിയോക്ക് നല്ല റീച്ചും കാര്യങ്ങളും കൊണ്ട് ഏതാണ്ട് എനിക്ക് 5 ലക്ഷം ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇത് മറ്റൊരു ശിംജിതയാണോ എന്നുള്ളതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. ഇത് മറ്റൊരു ശിംജിതയാണോ? ഇവൾ പറയുന്നത് ഇവൾ മനഃപൂർവ്വം എടുത്തതാണ്, അവൻ പീഡിപ്പിച്ചിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഇത് സ്വയം വരുത്തി വെച്ചതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു കഴുതപ്പുറത്ത് കയറിയപ്പോ കഴുതപ്പുറത്ത് കയറ്റിയത് എന്തിന്, അവനെ കഴുതപ്പുറത്ത് എന്തിന് കയറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ ഇവള് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ വരുന്നതിന് മുമ്പേ ഇത് കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഈ പറയുന്ന കഴുതപ്പുറത്ത് ഇരുന്ന പോയില്ല ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടാലേ ഇത് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാവത്തുള്ളൂ. കാണാം. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Jana. Nice Your to name? meet you. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Yes. അങ്ങനെ വയറില് ചെയ്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിന്റെ വേറെ വഴിയില്ല എനിക്ക്. പക്ഷെ ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ Behind you. Look there. Look to the sun. Look. കണ്ടല്ലോ, ഇതാണ് ആ ഒരു വീഡിയോ. അതായത് കഴുതപ്പുറത്ത് അവൻ കയറിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇവളെ കഴുതപ്പുറത്ത് കയറുന്ന ഒരു സംഭവം കൂടി, അവൻ പിടിച്ചു കയറ്റുന്ന സംഭവം, ആ സമയത്തൊക്കെ ഇവളെ ചിരിച്ചു കളിച്ചുകൊണ്ടാണ് വരുന്നത്. അതിനുശേഷം ഇവൻ കഴുതപ്പുറത്ത് കയറുന്ന വീഡിയോ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അവൻ്റെ അടുത്ത് പേര് ചോദിക്കുമ്പോൾ അവൻ വൈഫൈ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലായി കാണും. അതിൽ നിന്ന് തന്നെ ഇവൻ ആള് ശരിയല്ല എന്നുള്ളത് മറ്റൊരു കേസ്. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട്, വല്ലാത്തൊരു ചെയ്ത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ ഇരുന്നു കൊണ്ട്. ഞാൻ നാട്ടിലായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു,
ഞാൻ ഇതിന് മറുപടി കൊടുത്തതിന് ഇതെനിക്ക് എന്റെ ജീവനെക്കാട്ട് വലുത് എന്റെ മാനമായതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ കഴുത ഏതാണെന്ന് കാണണം. ഞാൻ ഇവിടെ ആ കഴുതയുടെ ഫോട്ടോ അതാ കണ്ട, ഈ കഴുതയുടെ ബാക്കിൽ ഇതാണ് ഈ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഈ കഴുതയുടെ ബാക്കാണ്, കുറുക്കാണ്. ഇവിടെ കഷ്ടിച്ചൊരാൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. കഷ്ടിച്ചൊരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കഴുത, ഒരു ചെറിയൊരു കഴുതയാണ്. ഈ കഴുതയ്ക്ക് പുറത്ത് അവനെ എന്തിന് കയറ്റി എന്നുള്ളതാണ് ഒരു സംഭവം. രണ്ട്, ഇതാണ് ആ പയ്യനെ കണ്ടു, വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്, കണ്ട കണ്ണാടിയൊക്കെ വെച്ച് ഷാറുഖ് ഖാൻ എന്നാണ് വിചാരം. യവനുമായിട്ടിരിക്കുന്ന ഒരു വീഡിയോ. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഇതാണ്, യവൻ കയറിയപ്പോ നിങ്ങൾ എന്തിനു അനുവദിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എങ്ങനെയാണ് ഇവൻ കയറിയത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവൾക്ക് അവിടെ ഒരു ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഈ ഒരു കഴുതപ്പുറത്ത് ഈ ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കഴുതപ്പുറത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ പയ്യനെ കയറ്റി ഇരുത്തുക, അപ്പോൾ അവർ എത്രമാത്രം പിന്നെ ചേർന്നായിരിക്കും ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുമല്ല, കഴുതപ്പുറമാണ്, കഴുത നടക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, മനസ്സിലായോ? ഈ ബസ്സിൽ തന്നെ ഒരു ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പീഡനം നടക്കുന്ന സ്ഥലമാണ് ബസ്. ഇത് രണ്ടുപേരും കൂടി ഒത്തറയ്ക്ക് ചേർന്നിരുന്നാൽ മാത്രമേ ആ കഴുതപ്പുറത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഇവൻ മൂവ്മെന്റ് ഒന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ കഴുതയുടെ മൂവ്മെന്റ് ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ തന്നെ ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു അർത്ഥത്തിൽ പറയില്ല, ആണുങ്ങൾക്ക് അവിടെ ഉത്തേജനം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, മനസ്സിലായി? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാതെ പോയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പൊ ഈ കഴുതപ്പുറത്ത് എന്നെ വേർത്തും ബാക്കിലെടുത്ത് കയറ്റുമ്പോൾ നമ്മൾ അവിടെ ഒന്നും പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്നുള്ളത്. ഇനി കഴുതപ്പുറത്ത് ഞാൻ കയറ്റിയതല്ല, അവൻ കയറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ അത് വെക്കാം. അപ്പൊ ഞാനിത് കയറുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു അതെ. ഞാൻ നിങ്ങൾ എങ്ങനെ നടന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. അത് എന്തുകൊണ്ടാ ചോദിക്കുന്നത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 ആൾക്കാർ മ്യൂളിൽ പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ കരുതി ഇത്രയും മെഗലിലോട്ട് കയറുന്നില്ല, ചിലപ്പോൾ ഇവനൊരു മ്യൂളിൽ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, നീ നടന്നാണോ വരുന്നത്, അല്ലാതെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു എന്റെ വെയിറ്റൊക്കെ അതിന് ഉണ്ടാവത്തുള്ളൂ. അതൊരു ചെറിയൊരു അനിമൽ ആണ്. ആ ഒരു അനിമലിന്റെ മെഗലിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന കണക്ക് തോന്നുന്നുണ്ട്. ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു, ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനില് നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനെ അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മെഗലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന്റെ മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മെഗലിൽ കയറിയത്, ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എന്നെയും പോലെ ഇന്നും 2 ആൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം മുതലേ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട്. അതിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്ത വീഡിയോയിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പെണ്ണ് അൺകംഫർട്ടബിൾ ആവുന്ന സോൺ ഏതാണെന്നുള്ളതും. പിന്നെ ഒരു ആണ് പുറകിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു, അത് നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ. എനിക്ക് എന്താ സംഭവിച്ചത് ഓൾറെഡി ഞാൻ ആ ഒരു ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വാഗോണ്ട് പറഞ്ഞൊരു മടി കൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. പിന്നെ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു സന്ദർഭം വരാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാതെ അടിയും പിടിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ആരോഗ്യം കൂടെ എനിക്ക് ഇല്ലാത്തത് കൊണ്ടും അത് പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ അവിടെ താമസിക്കണം എന്നുള്ളത്, ആ പരിസരത്ത് താമസിക്കുന്നത്. അപ്പം ഈ ആളുകൾ പറയുന്ന കണക്കിന് എനിക്ക് എന്തോ സംഭവിക്കാമായിരുന്നു, ഒരു ഗ്യാങ് റേപ്പോ അല്ലെങ്കിൽ എന്നെ കൊല്ലുകയോ എന്നെ വേറെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ഞാൻ അന്നേരം കുറച്ച് ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇരുന്നത്. ഇതിന്റെ ഓക്കെ, ഇതാണ് ഇവർ പറഞ്ഞ എക്സ്പ്ലനേഷൻ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഇത് പറഞ്ഞു, ഇവനെന്ത് ചെയ്തു, ഈ പറയുന്ന തേരിയിലോട്ട് കയറി ചാടിക്കേറി ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചാടിക്കേറി ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനു കയറി എന്ന് ചോദിച്ചപ്പോ ഇവൻ കൊടുത്ത മറുപടി എന്താണ്? ഇവൻ കൊടുത്ത മറുപടി, എന്നെ പോലെ നമ്മുടെ രണ്ടുപേരെ പോലെ രണ്ടുപേർക്കും കൂടി പിന്നെ ഇരിക്കാം, അത് താങ്ങാനുള്ള കപ്പാസിറ്റി കഴുതകൾക്കുണ്ട്, കഴുതകൾ ഭാരം ചുമക്കുന്ന കപ്പാസിറ്റി ഉണ്ട് കഴുതയ്ക്ക്. എന്റെ ക്വസ്റ്റ്യൻ അവിടെയില്ല. നിങ്ങൾ പിന്നീട് നിങ്ങൾ എന്താ ചോദിച്ചത്, നിങ്ങൾ ചോദിച്ചത് നീ എന്തിനാ കയറിയത്? അവൻ പറഞ്ഞു ഇത് താങ്ങുമോ, ഈ കഴുത താങ്ങുമോ എന്നാ ചോദിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു കഴുത താങ്ങും. അതിനപ്പുറം നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന അവനെ എനിക്കിത് കംഫർട്ട് അല്ല, ഇറങ്ങിയ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നീ ഇറങ്ങ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അതുമല്ല, ഒന്നാമത്തെ കേസ്, നിങ്ങൾ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ മെയിൻ ആയിട്ടുള്ള വിഷയം, ഏതെങ്കിലും രാജ്യങ്ങളിൽ പോവുക,
ഇതുപോലുള്ള വിജനമായ സ്ഥലങ്ങളിൽ നിന്നിട്ട് ഓരോ ചെറുപ്പക്കാരന്റെ ലോറിയിൽ കയറി പോകുക, കാറിൽ കയറി പോകുക. ഈ ചെറുപ്പക്കാരന്റെ കൂടെ ഒരാളും നിങ്ങൾക്ക് അവിടെ ഇലക്ട്രിക് കാർ ഉണ്ടായിരുന്നു, നിങ്ങൾ മനഃപൂർവ്വം പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പിടിക്കണമായിരുന്നു. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവിടുത്തെ സീനറിയും കാര്യങ്ങളൊക്കെ പിടിക്കണമായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്, ഇത്രയും ആളില്ല. നിങ്ങൾക്ക് എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വല്ലവന്റെയും കൂട്ടത്തിൽ പോയിട്ട് വല്ല വിജനമായ സ്ഥലത്ത് കഴുതപ്പുറത്ത് കയറി 2 എണ്ണം കയറി ഇരുന്നിട്ട് അവൻ അവിടെ പിടിച്ചു, അല്ലെങ്കിൽ അവൻ ബാക്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് അതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴേ ആ കഴുത എന്താണെന്നും കഴുതയുടെ സീറ്റിങ് അതെങ്ങനെയാണ് മൂവ്മെന്റ് അതൊക്കെ നിങ്ങളത് മനസ്സിലായോ? അപ്പൊ ഇത് വരുത്തി വെച്ചതല്ലേ എന്ന് എന്റെ ചോദ്യം. ഇത് നിങ്ങൾ വരുത്തി വെച്ചതല്ലേ? നിങ്ങൾ മനഃപൂർവ്വം ഇത് വരുത്തി വെച്ചതാണ്. ഇനി കേസും നമുക്ക് അവിടെ ചെന്നു. ആ സമയത്ത് നിങ്ങൾ പറയുന്നതോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ സമയത്ത് അവൻ്റെ അടുത്ത് എതിർത്ത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് മാനത്തേക്കാൾ വലുത് നമുക്ക് എന്ത് പറയാം, ജീവനാണ് എന്ന് പറയാം. അത് സംഭവം. പക്ഷെ അതിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങളല്ലേ എന്ന് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം 100% ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതില്ലെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. താങ്കൾ ഒരു പെണ്ണാണെന്നും എന്റെ പ്രായം എന്താണെന്നും ഞാൻ എവിടെയാണ് അന്യദേശത്ത് പോയിട്ട് ഇതുപോലെ കഴുതപ്പുറത്ത് കയറി പോവുകയും പിന്നെ ഒരു പയ്യനെ പിടിച്ച് ഒരു ചെറുപ്പക്കാരനായ പയ്യനെ പിന്നെ എന്ത് ചെയ്ത് ഗൈഡായിട്ട് വെക്കുക, അവനെ പിന്നീട് കഴുതപ്പുറത്ത് ഇരുത്തുക, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറി എഴുതുമ്പോ നീ എങ്ങനെ വരും, നീ നടന്നു വരുമോ, നീ കഴുതപ്പുറത്താണോ വരുന്നത്, പിന്നീട് എത്ര ദൂരമുണ്ട്, 10-20 മിനിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ എത്തിയപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായി. അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കഴുതപ്പുറത്ത് കയറുമ്പോൾ നീ എങ്ങനെ നടക്കും, ബൈ വാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയും ഞാൻ റൈഡ് ചെയ്യുമെന്ന് അവൻ പറഞ്ഞത്. മനസ്സിലായോ? അത് വ്യക്തത വരുത്തണമായിരുന്നു. നിങ്ങളൊരു പെണ്ണാണ്, നിങ്ങൾ തന്നെ ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന വിജനമാണ്. ഒരൊറ്റ പട്ടികൾ അവിടെ ഇല്ല. ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ എന്ന് ആസ്വദിക്കുക, എന്ന് സമാധാനിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ എന്നുള്ളത് വിചാരിച്ച് സമാധാനിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ ഇങ്ങനെ അവത്ത് വിടുകയാണ്. നിങ്ങൾക്ക് ഒരിടത്ത് ആരെങ്കിലും തുണയായിട്ട് പോകണ്ടേ? ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് കയറുന്ന വീഡിയോ നിങ്ങൾ ഇട്ടില്ല, ഇറങ്ങുന്ന വീഡിയോ ഇട്ടോ. നിങ്ങൾ അവൻ എവിടെ കൊണ്ട് ആക്കിയെന്ന് പറയുന്നു, ആ ഇറങ്ങുന്ന വീഡിയോ ഇട്ടോ. അതിനുശേഷം ഈ പയ്യനെ കാണുന്നില്ല. ഈ ചെറുക്കല്ലേ ഈ ഞരമ്പൂരി നോക്കി യവൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാതിരിക്കും? ആ കൂടെ ഒത്തുപൂരമുണ്ട്, ആ കഴുതപ്പുറത്ത് 2 എണ്ണം കൂടി ചേർന്നിരിക്കുകയാണ്. മനുഷ്യൻ തന്നെയല്ലോ, വികാരങ്ങൾ ഉണ്ടാവും. ആ കഴുത പോണ ഇങ്ങനെയാണ് ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാൽ വികാരം ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട സെൻസ് നിങ്ങൾക്ക് വേണ്ടേ? ഒരു അന്യപുരുഷനല്ലേ, അന്യനാടല്ലേ, വിജനമായ സ്ഥലമല്ലേ? അത് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പോ ഈ സംഭവം വരുത്തി വെച്ചത് നിങ്ങൾ തന്നെയാണ്. ഒരു മാറ്റം ഇനി കിടന്ന് കരഞ്ഞിട്ട് മൂങ്ങിട്ട് ഒന്ന് കാണാൻ ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഇത് മനഃപൂർവ്വം നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. അന്യരാജ്യത്ത് ഇന്ത്യക്കകത്തായിക്കോട്ടെ, അന്യരാജ്യമൊന്നും വേണ്ട, ഇന്ത്യക്കകത്തായിക്കോട്ടെ ഇതുപോലെ. ഇനി ഞാൻ പറയുന്നത് അറിയുമോ, ഈ ഇങ്ങനെ ഒരു ചിന്തയില്ല. അവർ മാന്യമായിട്ടുള്ള വ്യക്തിയാണെന്ന് എഴുതിക്കോ. മാന്യമായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൂടി ഇതുപോലെ ഒരു കഴുതപ്പുറത്ത് 2 പേര് ഇതേ രീതിയിൽ പിന്നീട് ഈ പറയുന്ന 10-20 മിനിറ്റ് ചലിക്കുമ്പോൾ വികാരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ അവനെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങളത് എതിർക്കുന്നുമില്ല. അവൻ ആദ്യം തന്നെ പറയുന്നുണ്ട് എന്റെ പേര് വൈഫൈ ആണ്, മറ്റെന്തോ കണക്ട് ആണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവൻ ആരാണെന്നും അവന്റെ വേഷം കണ്ടാലേ അറിയാം. അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അപ്പോ ഇത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. നിങ്ങളിത് വരുത്തി വെച്ചതൊന്നും അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയുള്ള പെൺകുട്ടികളല്ല ഈ ജോർദാനും തേങ്ങയും മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അന്യ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതൊക്കെ ഇതൊരു ഇതിപ്പോ നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഈ പറയുന്ന എന്താണ് തന്ത വൈബ് എന്ന് പറയും. ഈ തന്ത വൈബിലൊക്കെ വിചാരിക്കുന്നതൊക്കെ സത്യമായിരിക്കും. ഇതൊരു പെൺകുട്ടി അന്യദേശത്ത് ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം പറ്റും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. മനസ്സിലായോ? എല്ലാവരും മാലാഹമാരല്ല എന്നുള്ള കോമൺ സെൻസ് ഉണ്ടാവണം. അല്ലാതെ കൊണ്ടുപോയി ഈ പറയുന്ന മറ്റതും മറിച്ചതും പോയി അവനെ പിടിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ അവിടെ മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.